എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ചടയമംഗലത്തുള്ള ജഡായി പാറയിലാണ്. ഇതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ് ജഡായുവിൻ്റെ. അപ്പോൾ എല്ലാവരും വരിക. ഒരു 1 ഡേ ടൂർ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഈ ജഡായി പാറ എന്ന് പറയുന്നത്. എല്ലാവരും വന്ന് ഇത് കാണുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ജഡായിപ്പാറയുടെ വളരെ ദൂരെ നിന്നുള്ളൊരു ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ചടയമംഗലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇനി നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജഡായി എർത്ത് സെൻറ്ററിൻ്റെ പാർക്കിങ്ങിലാണ്. ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് ഇവിടെ. അതിനുശേഷം നമുക്കിവിടെ കേബിൾ കാർ സൗകര്യമുണ്ട് ജഡായി പാറയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആ കേബിൾ കാർ യൂസ് ചെയ്ത് ജഡായി പാറയിലോട്ട് മേലോട്ട് നമുക്ക് പോകാം. അല്ലെങ്കിൽ നടന്നു പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഇപ്പം നല്ല മഴക്കോളമൊക്കെ ഉണ്ട്, നല്ല മഴക്കാർ കൊണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് കേബിൾ കാർ യൂസ് ചെയ്യാം. അതൊരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേളിലോട്ട് പ്രവേശിക്കുന്നതിന് നമുക്കൊരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ എൻട്രി ടിക്കറ്റ് പെർ ഹെഡ് 225 റുപ്പീസാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വേയിലൂടെ നമുക്ക് മുകളിലേക്ക് പോകാം. കേബിൾ കാറിൻ്റെ അടുത്തോട്ടാണ് നമ്മളിനി പോകുന്നത്. ഇനി നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിലോട്ടാണ് ചെല്ലുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഗാർഡനും ഒക്കെ വളരെ മനോഹരമാണ്. നമ്മളിനി കേബിൾ കാറിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവാണ്. നമ്മൾ ഈ കേബിൾ കാർ കയറാനായിട്ട് വരുമ്പോൾ തന്നെ ഇവിടെ സുവനീറുകളൊക്കെ ഉള്ള ഷോപ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് സുവനീറുകളും ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന നമുക്ക് മാഗ്നറ്റിക് ആയിട്ടുള്ള ഇതുള്ള ഐറ്റംസൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ നമുക്കിവിടെ ഒരു കഫേയൊക്കെ ഉണ്ട്. ടെർമിനൽ 3 കഫേ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ എൻട്രി ഏരിയയാണ്. ഇവിടെ നിന്നാണ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനുമുമ്പ് ഞാൻ മലമ്പുഴയൊക്കെയാണ് നമ്മൾ ഈ കേബിൾ കാർ കണ്ടിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സംവിധാനമാണിത്. നമുക്ക് കാണാം, കേബിൾ കാർ പോയിട്ട് തിരിച്ചിറങ്ങി വരെ നമുക്ക് കാണാം.
കേബിൾ കാറിൽ ഇപ്പം മേളിൽ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന്. അപ്പം നമ്മളങ്ങനെ ജഡായുപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഞാൻ കേബിൾ കാർ യൂസ് ചെയ്തിട്ടുള്ള മലമ്പുഴയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജഡായുപ്പാറയുടെ ഇത് വളരെ ഭംഗിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കേബിൾ കാർ പോകുന്നതിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയും അതുപോലെ തന്നെ ഈ ലാൻഡ്സ്കേപ്പ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഴ പെയ്തിങ്ങനെ കോട ഇറങ്ങി കിടക്കുന്ന ദൂരെ മലനിരകളിൽ കോട ഇറങ്ങി കിടക്കുന്ന നമുക്ക് കാണാം.
ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിലായിട്ട് ശ്രീരാമപാദം ഇവിടെ കാണാനായിട്ട് പറ്റും. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് ഈ ശ്രീരാമപാദത്തിൽ ആദ്യമായിട്ട് കടാവിളക്ക് തെളിയിച്ചത്. ജടായു മോക്ഷത്തിന്റെ ഒരു ഡ്രോയിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. മാർബിളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കാണ് നമ്മളീ കാണുന്നത്. ജടായു മോക്ഷം. അതുപോലെ തന്നെ നമുക്ക് ആ ശ്രീരാമപാദം ഒന്ന് കാണാം. ശ്രീരാമന്റെ പാദമാണ് നമ്മളിവിടെ ഈ കാണുന്നത്. അത് ഗ്ലാസ് ഒക്കെ ഇട്ട് അവർ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ നമ്മുടെ സീതാദേവിയെ രാവണൻ കടത്തിക്കൊണ്ട് പോകുന്ന പുഷ്പവിമാനത്തിൽ കടത്തിക്കൊണ്ട് പോകുന്ന വഴിക്ക് ഈ ഭാഗത്ത് വെച്ചാണ് ജടായു ആ പുഷ്പവിമാനത്തെ തടയുകയും, അപ്പോൾ ആ പുഷ്പവിമാനത്തെ തടയുന്ന അവസരത്തിൽ ജടായുവിന് അതിൻ്റെ ചിറകിനൊക്കെ അംഗഭംഗം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് ആ രീതിയിൽ കിടക്കുന്ന ഒരു ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിനുശേഷം ജടായു വയ്യാതായതിനു ശേഷം അതിന് പറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ശ്രീരാമൻ ഇവിടെ വരികയും ശ്രീരാമന് വരുന്നത് വരെ ജടായു അങ്ങനെ കാത്തിരിക്കുകയും ശ്രീരാമൻ വന്നതിന് ശേഷം ജടായുവിന് മോക്ഷം കൊടുക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അവർ മാർബിളിൽ ചെയ്തിരിക്കുന്നത്. സീതാദേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജടായു അപ്പം ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷമാണ് ജടായു ഇവിടെ വെച്ചാണ് ജടായു മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പാറയ്ക്ക് ജടായു പാറ എന്ന പേര് വന്നിരിക്കുന്നതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. നമുക്ക് ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മഹാഗണപതിയുടെ വിഗ്രഹം ഇവിടെ ഉണ്ട്. നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമ്മളിവിടെ കയറി വരുമ്പോൾ ഇസ്കോണിൻ്റെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട്. സുവനീർ ഷോപ്പ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട്. മേളിൽ നമ്മൾ ഈ അമ്പലത്തിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ ധാരാളമായിട്ട് വെച്ചിട്ടുണ്ട്. ശ്രീരാമൻ്റെ വിഗ്രഹമുണ്ട്, കൃഷ്ണ വിഗ്രഹമുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ബുദ്ധ വിഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ മാലകളുടെ ഒരു ശേഖരമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിക്കാം. ഈ ശില്പി എന്ന് പറയുന്നത് ഇതുണ്ടാക്കിയിരിക്കുന്ന ആൾ രാജീവ് അഞ്ചലാണ്. കലാസംവിധായകന്, ചലച്ചിത്ര സംവിധായകനൊക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മിതിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നൊക്കെ ശില്പകലയിൽ നിന്ന് പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കരവിരുതാണ് നമ്മൾ ഈ കാണുന്നത്. നിലവിലെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണിത്. 200 അടി നീളമാണ് ഇതിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ 150 അടി വീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 75 അടി ഉയരമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കോൺക്രീറ്റൊക്കെ ശില്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ജടായുപ്പാറയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.